أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكان في المدينة 9 رهط يفسدون في الأرض ولا يصلحون قالوا تقاسموا بالله لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون ومكروا مكرا ومكرنا مكرا وهم لا يشعرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1283 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكان في المدينة 9 رهط يفسدون في الأرض ولا يصلحون قالوا تقاسموا بالله لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون ومكروا مكرا ومكرنا مكرا وهم لا يشعرون. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണമാണ് സൂറത്തുൽ നംലിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. സമൂഹത്തിലേക്ക് അവരുടെ തന്നെ സഹോദരനായ സാലിഹ് അലൈഹിസ്സലാമിനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി മാറുക എന്ന് അവരെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു അയക്കുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരണം ആരംഭിക്കുന്നത്. ആ സന്ദേശവുമായിട്ട് സാലിഹ് അലൈഹിസ്സലാം അവരുടെ ഇടയിൽ രംഗത്ത് വന്നതോടെ സമൂഹം 2 ചേരിയായി തിരിഞ്ഞു. 2 വിഭാഗമായിട്ട് 2 ഫരീഖുകളായിട്ട് അവർ മാറുകയും അവര് പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാവുകയാണ് ഉണ്ടാവുന്നത്. സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ താക്കീതുകളൊക്കെ അവരുടെ നിലപാടുകളിൽ കൂടുതൽ ധിക്കാരം ഉണ്ടാക്കാനാണ് കാരണമാവുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാലിഹ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഉത്ബോധിപ്പിച്ചപ്പോ നീ താക്കീത് ചെയ്യുന്ന ശിക്ഷ അങ്ങ് കൊണ്ടുവാ എന്ന വിധത്തിലാണ് അവര് സംസാരിക്കുകയുണ്ടായത്. അപ്പൊ ഇതിനെ പരാമർശിച്ചുകൊണ്ട് സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നുണ്ട്, കൂട്ടരെ, നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തിന്മ നിങ്ങൾക്കൊരു ദ്രോഹം അല്ലെങ്കിൽ ഒരു വിപത്ത് ഉണ്ടാകുന്നതിന് ധൃതിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? ലിമ തസ്താജിലൂന ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന എന്നാണ് സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് അവന്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയല്ലേ
നിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത്? നിങ്ങൾക്ക് ഒരുപാട് ദൈവിക കാരുണ്യം വന്നു ചേരാൻ അത് കാരണമാവുകയില്ലേ എന്ന നിലക്കാണ് സാലിഹ് അലൈഹി ഇസ്ലാം അവരെ ഗുണദോഷിച്ചത്. ആ ഘട്ടത്തിൽ അവര് പറയുന്നത്, സാലിഹെ, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയൊക്കെ വലിയ അവലക്ഷണമായിട്ട്, ദുർലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടെ വലിയ വിപത്തുക്കൾ കൊണ്ടുവരുന്നത്. നിങ്ങള് സാലിഹും സാലിഹിനെ പിൻപറ്റിയ ആളുകളുമാണ്. അവരുടെ സാന്നിധ്യം കാരണമായിട്ടാണ് ഞങ്ങൾക്ക് സകല ദൗർഭാഗ്യങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങളെ അവലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് നാട്ടുകാർ പ്രതികരിക്കുകയുണ്ടായത്. നാട്ടുകാർ എന്ന് പറയുമ്പോൾ രണ്ട് പിളർപ്പ്, രണ്ട് ചേരിയായി മാറിയതിന് ശേഷം അതില് സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന അവിടെയുള്ള പ്രമാണിമാരും പ്രഭുക്കന്മാരും അതുപോലെ മേധാവികളൊക്കെയായ ആളുകൾ, ദുർബലരാണ് സാലിഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോ സാലിഹ് അലൈഹി ഇസ്ലാം അവർക്ക് നൽകിയ മറുപടി, നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളൊന്നും എന്റെ നിയന്ത്രണത്തിലുള്ള സംഗതിയല്ല. ഇറുക്കുമ്പോഴെന്തല്ല, നിങ്ങളുടെ ഭാഗധേയം, നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന, കൂരിരുട്ടിലായിരുന്ന, വഴികേടിലായിരുന്ന ഘട്ടത്തില് പടച്ചതമ്പുരാൻ നിങ്ങളിലേക്ക് പ്രകാശം എത്തിച്ചു എന്നും മാർഗദർശനം നൽകി നിങ്ങൾക്ക് സത്യം തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കി. എന്നിട്ട് നിങ്ങൾ എന്ത് പ്രതികരണമാണ് നൽകുന്നത് എന്നത് അവൻ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ വലിയൊരു പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത എന്നാണ് സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് പറയുകയുണ്ടായത്. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. നമുക്ക് ആ ഭാഗം ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കാം. വക്കാന ഫിൽ മദീനത്തി തിസ്അതു റഹത്തിൻ. പട്ടണത്തില് സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ആ നാട്ടിലെ അവരുടെ ആ സമൂഹം അധിവസിച്ചിരുന്ന ആ ഭൂപ്രദേശത്തിന്റെ മദായിൻ സാലിഹിന്റെ ആസ്ഥാനമായുള്ള പട്ടണത്തില് 9 ഫിഗർ ഹെഡ്സ് ഉണ്ടായിരുന്നു. വക്കാന ഫിൽ മദീനത്തി തിസ്അതു റഹത്തിൻ, 9 കേമന്മാർ. അത് 9 ഗോത്ര തലവന്മാര് അല്ലെങ്കിൽ 9 ഗുണ്ടാ സംഘങ്ങളുടെ തലവന്മാര് എന്നൊക്കെ ഉള്ള വിധത്തിൽ മനസ്സിലാക്കാം. ഗോത്ര സംസ്കൃതിയാണ് അവിടെ പൗരാണിക സമൂഹങ്ങളിലെ പൊതു സ്വഭാവം എന്ന നിലയ്ക്ക് ഇവിടെയും നിലനിന്നിട്ടുണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഗോത്രത്തിനും അവരുടെ കാര്യങ്ങളിൽ ഒരു അവസാന വാക്കായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാവും. അപ്പോ ആ നേതാവാണ് ആ ഗോത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ആൻസറബിലിറ്റി ഉള്ള ആള്. അയാളുടെ തീരുമാനമാണ്, കൂടിയാലോചനയൊക്കെ ഉണ്ടാകും, അയാളുടെ അതിനെ തുടർന്ന് അയാള് എടുക്കുന്ന തീരുമാനമാണ് ഒരു ഫൈനലായ നിലപാടായിട്ട് മാറുക. എന്നാൽ ഈ സന്ദർഭത്തില് പട്ടണത്തില് 9 നേതാക്കന്മാര്, 9 ഗോത്ര തലവന്മാര് ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകത, അവര് എല്ലാ അക്രമ കാര്യങ്ങളിലും ദ്രോഹകരമായ കാര്യങ്ങളിലും ഫിത്ന ഉണ്ടാക്കുന്നതിലും കുഴപ്പമുണ്ടാക്കുന്നതിലും ഒക്കെ അവർ വല്ലാണ്ട് കൈകോർക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ തലവന്മാരായിട്ടുള്ള രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ 9 സംഘത്തലവന്മാര് യുഫ്സിദൂന ഫിൽ അർള്, നാട്ടിൽ വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ ഐക്യപ്പെടലാണ്. നാട്ടിൽ വലിയ കുഴപ്പം, ഫസാദ് ഉണ്ടാക്കുന്നതിൽ അവർ വളരെ മുൻപന്തിയിലാണ്. വലാ യുസ്ലിഹൂൻ, ഒരു സംസ്കരണവും പരിഷ്കരണവും അവരിട്ട് വരുത്തൂല്ല. നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന വിധത്തിലുള്ള സംസ്കരണ പ്രവർത്തനത്തിനൊന്നും അവര് മുൻകൈ എടുത്ത് രംഗത്തുണ്ടാവില്ല. എന്നാൽ സകല ഫസാദ് ഉണ്ടാക്കുന്നതിലും അവർക്ക് വലിയ യോജിപ്പും അവര് വലിയ സഹകരണമൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു 9 നേതാക്കന്മാര് അല്ലെങ്കിൽ 9 തലവന്മാര്, ഗോത്ര തലവന്മാര്, അതുമല്ലെങ്കിൽ 9 ഗുണ്ട സംഘങ്ങളുടെ തലവന്മാര് എന്ന് പറയാം. അതിനും കുഴപ്പമൊന്നുമില്ല. കാരണം അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫസാദ് ഉണ്ടാക്കുന്നതിനും അതുപോലെ
നന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലതാണ്. ഫസാദ് ഉണ്ടാക്കുന്നതിന് അവര് കുഴപ്പവും കലാപവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൽ അവരിന്ന് മുൻപന്തിയിലാണ്. അവര് കൈകോർത്തുകൊണ്ട് നാട്ടിലൊരു നന്മയും കൊണ്ടുവരാറുമില്ല. ഒരു സംസ്കരണ പ്രവർത്തനത്തിനും അവർ മുന്നിൽ ഉണ്ടാവാറുമില്ല. താലു ആ സംഘം, അങ്ങനെയുള്ള 9 ഗോത്രത്തലവന്മാരുടെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുടെ തലവന്മാരായ ആളുകള് പറഞ്ഞു, തഖാസമൂ ബില്ലാഹ്, നിങ്ങള് പരസ്പരം സത്യം ചെയ്തു പറയണം, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയണം. ഖാലു അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, തഖാസമൂ ബില്ലാഹ്, നിങ്ങള് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തിട്ട് പറയണം. ലനുബയ്യിതന്നഹു, നമ്മൾ തീർച്ചയായിട്ടും അവരെ, അദ്ദേഹത്തെ, വ അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രാത്രി നേരത്ത് പതിയിരുന്നു കൊണ്ട് ആക്രമിക്കും, അവരെ വകവരുത്തും. അങ്ങനെ ശപഥം ചെയ്യണം. സ്വാലിഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളും പെടാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം മാത്രമാവാം. അപ്പൊ സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രാത്രി നേരത്ത് പതിയിരുന്ന് ആക്രമിച്ച് വകവരുത്തും, ഞങ്ങൾ വകവരുത്തുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തിട്ട് പറയണം, പരസ്പരം പറയണം. തുമ്മ ലനഖൂലന്ന, അതിനെ തുടർന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുക തന്നെ ചെയ്യും. വലിയ അദ്ദേഹത്തിന്റെ വലിയനോട്, സംരക്ഷകനോട്, കുടുംബപരമായി അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള ഗോത്രത്തലവനോട് നമ്മൾ പറയുക തന്നെ ചെയ്യും. മാ ഷഹീദിന മഹ്ലിക അഹ്ലിഹി, അദ്ദേഹം വധിക്കപ്പെട്ടത്, അല്ലെ അദ്ദേഹത്തിന് ആക്രമണം ഉണ്ടായത് ഒന്നും ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ അതിൽ പങ്കാളികളായിരുന്നില്ല. വ ഇന്നാ ലസാദിഖൂൻ, ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് സാലിഹിന്റെ ഗോത്രത്തലവനോട് നമ്മളെല്ലാവരും ചേർന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യാമെന്ന് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്ത്, പരസ്പരം ശപഥം ചെയ്ത് പറയണം എന്നാണ് ഈ 9 സംഘത്തലവന്മാര് പറയുന്നത്. അവര് പരസ്പരം കൂടിയാലോചനയിൽ സാലിഹ് നാട്ടിൽ വലിയ ശല്യമായി മാറുകയാണ്. അവന്റെ ഒരു ഒട്ടകമൊക്കെ ആയിട്ട് അവനാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവനോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അവന് വലിയ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്, വലിയ ശിക്ഷയുണ്ടാകും, ജൈവിക നടപടി ഉണ്ടാകും എന്നൊക്കെയുള്ള വിധത്തിൽ. ഈ ശല്യം നമുക്ക് സഹിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സാലിഹിനെ അവന്റെ കുടുംബസമേതം ഉന്മൂലനം ചെയ്ത് കളയാം. രാത്രി നേരത്ത് പതിയിരുന്നു കൊണ്ട് നമ്മൾ 9 വിഭാഗങ്ങളിൽ പെട്ടവര് എല്ലാവരും തന്നെ കൈകോർത്ത് അവന്റെ കഥ അങ്ങ് കഴിക്കാം, കുടുംബസമേതം അവരെ അങ്ങ് നശിപ്പിക്കാം. എന്നിട്ട് അവരുടെ ഗോത്രത്തലവനോട് എന്തെങ്കിലുമൊക്കെ വിശദീകരണം പറയേണ്ടി വരുമല്ലോ. പൗരാണിക രീതിയിൽ തലവനാണ് വലിയായിട്ട് സംരക്ഷണ ബാധ്യത ഉണ്ടാവുക. അപ്പൊ ഗോത്രത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ആക്രമണത്തിന് വിധേയമായാൽ അയാൾക്ക് വേണ്ടി, അയാളുടെ രക്തത്തിന് പ്രതികാരം എടുക്കുക എന്നത് ഗോത്രത്തലവന്റെ ചുമതലയാണ്. ഗോത്രത്തലവനാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോ ആ ഗോത്രത്തലവന്റെ അടുക്കല് നമുക്ക് പറയാം, സാലിഹിന് സംഭവിച്ച എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അതിൽ പങ്കാളികളായിട്ടില്ല, ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് ശപഥം ചെയ്ത് പറയാം. ഇതാണ് ഈ ആളുകള് പരസ്പരം കൂടിയാലോചന നടത്തിക്കൊണ്ട് ശപഥം ചെയ്ത് പറയാൻ വേണ്ടി പറയുന്ന കാര്യം. 2-3 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ഒന്ന്, തഖാസമൂ ബില്ലാ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പരസ്പരം അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്ത് പറയണം. ഇവിടെ അള്ളാഹുവിന്റെ പേരിലാണ് അവർ ശപഥം ചെയ്യാൻ പരസ്പരം ആവശ്യപ്പെടുന്നത്. ഇത് നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. പൗരാണിക സംസ്കൃതികളിലൊക്കെ തന്നെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു
എന്ന പരബ്രഹ്മം എന്ന പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ ദൈവം, ആ ഒരു ആശയത്തെ അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അവനോടൊപ്പം അള്ളാഹുവിനെ ആ ദൈവമായിട്ട് കാണുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്ന ചില ദിവ്യത്വമുള്ള ദേവന്മാരും ദേവതകളും ഒക്കെ വേറെയുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും അവരെ ആരാധിച്ചുകൊണ്ടുമൊക്കെയാണ് അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുക എന്ന ഒരു ധാരണയിലാണ് പൗരാണിക സമൂഹങ്ങളിലും മിക്കതും ഉണ്ടായിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലെ അറബി സമൂഹം പൊതുവായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന സമൂഹവും അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്. പക്ഷെ അള്ളാഹുവിനോടൊപ്പം വേറെ പലരെയും ദിവ്യത്വമുള്ളവരായി കണ്ടുകൊണ്ട് അവര് മുഖേന അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരെ ആരാധിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ സാധിച്ച് എടുക്കുക എന്ന രീതിയാണ് അവര് പിന്തുടർന്നിരുന്നത്. അതിനാണ് വളരെ വ്യക്തമായിട്ട് ഷിർക്ക് എന്ന് പറയാം. അപ്പോ ഇവിടെ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ നാട്ടിൽ ആ പട്ടണത്തിലെ 9 തലവന്മാര് കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനിക്കുന്നത് നമ്മൾ പരസ്പരം ശപഥം ചെയ്ത് പറയണം. എന്താ പറയേണ്ടത്? അത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പേരിലാണ് ശപഥം ചെയ്യേണ്ടത്. ലനുബയ്യിതന്നഹു വ അഹ്ലഹു, സാലിഹിനെയും കുടുംബത്തെയും നാം രാത്രി നേരത്ത് പതിയിരുന്ന് ആക്രമിച്ച് വകവരുത്തുക തന്നെ ചെയ്യും. സുമ്മല നഖൂലന്ന ലി വലിയിഹി, അതിനെ തുടർന്ന് നാം സ്വാലിഹിന്റെ രക്ഷാധികാരിയോട്, അല്ലെങ്കിൽ സ്വാലിഹ് അലൈഹിസ്സലാം ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണോ ആ ഗോത്രത്തിന്റെ അധിപനോട്, നമുക്ക് ആ ഗോത്രത്തിന്റെ തലവനോട് നമ്മളിങ്ങനെ പറയുക തന്നെ ചെയ്യും. എന്താണ് പറയുക? മാ ഷഹീദിന മഹ്ലിക അഹ്ലിഹി, സ്വാലിഹിന്റെ കുടുംബത്തെ വകവരുത്തുന്ന ആ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഭാഗവാക്കുകളായിരുന്നില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അതിൽ പങ്കാളികളായിരുന്നില്ല. വ ഇന്നാല സാദിഖൂൻ, തീർച്ചയായിട്ടും ഞങ്ങൾ സത്യമാണ് പറയുന്നത്, ഞങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും പറയണം എന്നാണ് ഈ 9 സംഘങ്ങളുടെയും തലവന്മാര് കൂടിയാലോചന ചെയ്തുകൊണ്ട് പറയുന്നു. അപ്പോ ഈ അവരെ ഗൂഢാലോചനയായിട്ട് കൊണ്ടുവന്ന ഈ സംഗതി, സാലിഹ് അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും വകവരുത്തുക എന്ന, അതും രാത്രിയുടെ ഇരുട്ടിന്റെ മറ പറ്റിക്കൊണ്ട് വകവരുത്തുക എന്ന ഈ പദ്ധതി 9 ഗോത്രങ്ങളിലെയും അല്ലെങ്കിൽ 9 സംഘങ്ങളിലെയും ആളുകൾ ഒരേ സമയത്ത് പങ്കാളികളായിക്കൊണ്ടാണ് അത് നിർവഹിക്കപ്പെടുക. അങ്ങനെ അത് ചെയ്തതിന് ശേഷം അതിന്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഒരു ഗോത്രത്തിന്റെയും പേരിൽ വരാൻ പാടില്ല. ആ വിധത്തിലാണ് അവരത് ആലോചിക്കുന്നത്. ഒരു ഗോത്രമാണ്, അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൽപ്പെട്ട ആളാണ് സാലിഹ് അലൈഹി ഇസ്ലാമിനെ കൊന്നു കളഞ്ഞത്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വകവരുത്തിയത് എന്ന് വരികയാണെങ്കിൽ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ഗോത്രം അദ്ദേഹത്തിന്റെ ആ ഗോത്ര തലവന്റെ നേതൃത്വത്തില് സാലിഹ് അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെയും രക്തത്തിന്റെ പേരിൽ പ്രതികാരം എടുക്കാൻ വേണ്ടി രംഗത്ത് വരും. സമാനമായ ഒരു സാഹചര്യം മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. ഹിജ്റക്ക് തൊട്ട് മുമ്പ് അവര് അബൂ താലിബായിരുന്നു ആ ഘട്ടത്തില് ഖുറൈശി ഗോത്രത്തിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുന്ന ആ വിഭാഗത്തിന്റെ, കുടുംബപരമായ വിഭാഗത്തിന്റെ തലവൻ. അപ്പൊ എല്ലാ ഗോത്രങ്ങളിലെയും, മക്കയിലെ എല്ലാ ഗോത്രങ്ങളിലെയും ആളുകള് ഉൾപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് രാത്രി നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പതിരുന്ന് ആക്രമിച്ച് വകവരുത്തുക. അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെടുകയാണെങ്കിൽ ഏത് ഗോത്രത്തിലെ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തിയത് എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാവും അത്.
എല്ലാ ഗോത്രത്തിലെയും ആളുകൾക്ക് പങ്കുണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കാനായിട്ട് അബൂ താലിബിന് രംഗത്ത് വരാൻ സാധിക്കില്ല. അങ്ങനെ പ്രയാസപ്പെടുമ്പോ അല്ല പ്രായശ്ചിത്തമായിട്ടുള്ള എന്തെങ്കിലും പണം ഒക്കെ സ്വീകരിച്ചുകൊണ്ട്, ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ആ പ്രശ്നം ഒത്തുതീർപ്പാവും. ഇതാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അപ്പൊ ഇവിടെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ അദ്ദേഹം ഉണ്ടാക്കുന്ന നാട്ടില് അദ്ദേഹം കാരണമായി ഉണ്ടാകുന്ന ശല്യം അത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശപഥം ചെയ്ത് തീരുമാനമെടുക്കുക. അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്യുക. നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് രാത്രി നേരത്ത് പതിയിരുന്ന് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തിനെയും വകവരുത്തുക തന്നെ ചെയ്യും. പിന്നീട് അദ്ദേഹത്തിന്റെ ഗോത്രത്തലവനോട് സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ രക്ഷാധികാരിയായിട്ട് ആരാണോ ഉള്ളത്, ഗോത്രത്തിന്റെ തലവൻ, അയാളോട് നമുക്ക് ഇങ്ങനെ പറയുകയും ചെയ്യാം. നമ്മൾ അങ്ങനെ പറയുക തന്നെ ചെയ്യും. പറയുന്ന കാര്യം ആ ഷഹീദിന മഹലിക്ക അഹ്ലിഹി, അദ്ദേഹത്തിന്റെ വധത്തില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വകവരുത്തുന്ന ആ കാര്യത്തില് ഞങ്ങള് പങ്കാളികളായിരുന്നില്ല, ഞങ്ങൾ അതിൽ പെട്ടിട്ടില്ല. വൈന്നാലെ സാദിഖൂൻ, ഞങ്ങൾ സത്യം തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ സത്യം പറയുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്ത് പറയുക എന്നതാണ് ഈ കൂട്ടര് കൂടിയാലോചനയിൽ പരസ്പരം അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്ത് പറയാൻ ഉള്ള ഒരു കാര്യമായിട്ട് തീരുമാനിക്കുന്നത്. ഇത് അവരുടെ ഒരു തന്ത്രമാണ്. ഈ തന്ത്രം അവർ പ്രയോഗത്തിൽ വരികയാണെങ്കിൽ വലിയ അനന്തരഫലങ്ങളൊന്നും ഇല്ലാതെ സ്വാലിഹിനെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടും. സ്വാലിഹിന്റെ ഗോത്രത്തലവന് പ്രതികാരത്തിനായിട്ട് ഇവർക്ക് എല്ലാവർക്കും എതിരെ ഇറങ്ങിത്തിരിക്കാനും സാധിക്കുകയും ഇല്ല. ഇതാണ് അവർ മനസ്സിൽ കാണുന്ന ഒരു ഉപായം. അപ്പൊ മഖറു മഖ്റ, അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അവര് വലിയൊരു തന്ത്രം പ്രയോഗിച്ചു. മഖർന മഖ്റ, അപ്പോ നാമും ഒരു തന്ത്രം പ്രയോഗിക്കുകയുണ്ടായി. വഹും ലാ യശ്ഉറൂൻ, അവരതിനെക്കുറിച്ച് നനച്ചിരിക്കുക പോലും ചെയ്യാത്ത വിധത്തില്, അവർക്ക് ഇങ്ങനെ ഒരു കണക്കുകൂട്ടൽ പോലും ഇല്ല. ആ വിധത്തില് നാം ഒരു മറുതന്ത്രം പ്രയോഗിച്ചു. അപ്പോ പട്ടണത്തിലെ 9 പ്രമുഖന്മാര്, 9 ഗോത്രത്തലവന്മാര് അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തലവന്മാര് അവരെ ഒത്തുചേർന്നുകൊണ്ട് തീരുമാനിച്ചത് സാലിഹിനെയും കുടുംബത്തെയും വകവരുത്തുക, രാത്രി ഇരുട്ടത്ത് പതിയിരുന്ന് ആക്രമിക്കുക. ആരാണ് അവരെ കൊന്നുകളഞ്ഞത് എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരെ വകവരുത്തണം. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അതിൽ പങ്കാളികളായിരുന്നില്ല, ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്ത് പറയുകയും വേണം. ഇതാണ് അവരുടെ തന്ത്രം. എന്നാൽ അള്ളാഹു പറയുന്നത് മഖറു മഖ്റ, അങ്ങനെ ഈ വിധത്തിൽ അവർ വലിയൊരു തന്ത്രം ചമച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തന്ത്രം നടപ്പിലാക്കാൻ മുതിർന്നു. മഖർന മഖ്റ, അപ്പോ നാമും ഇടപെട്ടു, നാം ഒരു തന്ത്രം വേറെയും കൊണ്ടുവന്നു. അവരൊരു തന്ത്രം ആവിഷ്കരിച്ചു, അതിനെ നേരിടാൻ ഒരു തന്ത്രം നാം ആവിഷ്കരിച്ചു. വഹും ലാ യശ്ഉറൂന, പക്ഷെ അങ്ങനെ ദൈവികമായിട്ട് ഒരു തന്ത്രം ആവിഷ്കരിച്ച് നടപ്പിലാക്കപ്പെടും എന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. വഹും ലാ യശ്ഉറൂൻ, അവർക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മള് 8-9 പേര് കൂടിയിരുന്ന് ഗൂഢാലോചന നടത്തി തീരുമാനിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതിനെ തടയിടാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അള്ളാഹു ഒരു തന്ത്രം പ്രയോഗിക്കും എന്നതൊന്നും അവർ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോ ഈ സാലിഹ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വേറെ വിശുദ്ധ ഖുർആനിന്റെ മറ്റു പല ഭാഗങ്ങളിലും വിവരിക്കുന്നുണ്ടല്ലോ. ഒരു ഒട്ടകത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒട്ടകത്തിനെ നിങ്ങൾ ദ്രോഹിക്കരുത്, അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകും എന്ന. അതുപോലെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ ജലസ്രോതസ് ഒരു ദിവസം പൂർണ്ണമായിട്ടും അതിന് വിട്ടുകൊടുക്കണം
അടുത്ത ദിവസം ബാക്കി എല്ലാവർക്കുമായിട്ട് വെള്ളം എടുക്കാം, ആ അറേഞ്ച്മെന്റിൽ പോകണം, ആരും ഒട്ടകത്തെ ദ്രോഹിക്കരുത്, അതിന് മേഞ്ഞ് നടന്ന് തിന്നാനും ജലപാനം ചെയ്യാനും ഒക്കെ അനുവാദം നൽകണം, ഒരു നിലക്കും ദ്രോഹിക്കരുത് എന്നൊക്കെയാണ് സാലിഹ് അലൈഹി ഇസ്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ പട്ടണത്തിലെ ഈ അക്രമി സംഘം ആ ഒട്ടകത്തെ വളരെയൊന്നും വൈകാതെ തന്നെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ആ കൊന്നുകളഞ്ഞതിന് ശേഷം സാലിഹ് അലൈഹി ഇസ്ലാം അത് അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ, പ്രവാചകൻ അവരെ കേൾപ്പിച്ചിട്ടുള്ള നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ധിക്കാരപരമായിട്ട് അവർ ചെയ്തൊരു കാര്യമാണ് ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു എന്നത്. അപ്പോ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സാലിഹ് അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്, ഒരിടത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാം, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ 3 ദിവസം സുഖിച്ച് ആനന്ദിച്ച് കഴിഞ്ഞോളൂ. ദാലിക വാഴും ഗൈറ മക്ദൂബ്, അത് കളവാക്കപ്പെടുകയില്ലാത്ത അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയാത്തൊരു വാഗ്ദാനമാണിത്. 3 ദിവസമാണ് നിങ്ങൾക്ക് അവധി നൽകപ്പെട്ടിരിക്കുന്നത്. ആ 3 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സുഖാനന്ദങ്ങളിലൊക്കെ ആയിട്ട് കഴിയാം. പക്ഷെ അതോടെ തീർന്നു. ഇത് കളവായി മാറുകയില്ലാത്ത ഒരു താക്കീതാണ്. എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ് നിങ്ങളുടെ അവധി, അതോടെ നിങ്ങൾക്കെതിരെയുള്ള നടപടി നടപ്പിലാക്കപ്പെടും എന്ന കാര്യം സാലിഹ് അലൈഹി ഇസ്ലാം അവർക്ക് താക്കീത് നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിസ്സാരമായി തള്ളിയ ആ ആളുകൾ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ഈ ദൈവിക നടപടി വരാൻ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന വിധത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള താക്കീതിനെയും അവർ നിസ്സാരമായിട്ട് തള്ളി. അതിനിടക്കായിരിക്കണം ഒരുപക്ഷെ അവര് സാലിഹ് അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും വകവരുത്താൻ രാത്രി പതിയിരുന്ന് ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത്. ആ ഘട്ടത്തിലായിരിക്കണം. എന്തായാലും അള്ളാഹു നിശ്ചയിച്ച പ്രകാരം അവർക്കെതിരെയുള്ള ദൈവിക നടപടി അള്ളാഹുവിന്റെ ഒരു മക്റായിട്ട് സംഭവിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണോ അവര് സാലിഹ് അലൈഹി ഇസ്ലാമിനെ പതിയിരുന്ന് ആക്രമിച്ച് കൊന്നുകളയാൻ വേണ്ടി അവര് പദ്ധതിയിട്ടത്, ആ ഘട്ടത്തിൽ തന്നെയാണ് ദൈവിക ശിക്ഷ അവരെ തേടി വരുന്നത്. അതിന്റെ വിവരണങ്ങൾ എന്തൊക്കെ വിധത്തിലാണ് അത് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത്, അതിശക്തമായ പ്രകമ്പനവും ഘോരശബ്ദവും കാറ്റും മഴയും അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഒന്നിച്ചു വന്ന് സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം വലിയ വെട്ടിയിട്ട ഈത്തപ്പന വൃക്ഷങ്ങളെ പോലെ നിലത്ത് വീണ് പതിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് വിവരിക്കപ്പെടുന്നത്. അപ്പോ സാലിഹ് അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും രാത്രി പതിയിരുന്ന് ആക്രമിച്ച് വകവരുത്താൻ വേണ്ടി തീരുമാനിച്ച അവര് അള്ളാഹുവിന്റെ ഒരു തന്ത്രം അവർക്കെതിരിൽ ആവിഷ്കരിക്കപ്പെടുന്നത് അറിയാതെ പോവുകയായിരുന്നു. അങ്ങനെ ദൈവിക തന്ത്രമായിട്ട് ആവിഷ്കരിക്കപ്പെട്ട ആ ശിക്ഷാ നടപടി അവരെ തേടിയെത്തുകയും അവര് നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. സമാനമായ ഒരു ചിത്രം മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ ചെയ്യാനുള്ള നിർദ്ദേശം ലഭിക്കുന്നത് ഖുറൈശി നേതാക്കന്മാര്, ഖുറൈശി ഉപചാപകര് ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയാൻ വേണ്ടിയുള്ള അവരുടെ ആലോചന എല്ലാ ഗോത്രങ്ങളിലെയും ആളുകൾക്ക് പങ്കാളിത്തമുള്ള വിധത്തിൽ അവർ കൊന്നുകളയാൻ വേണ്ടി ഒരുങ്ങിയ ഘട്ടത്തിലാണ് അവരെയൊക്കെ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം നിർവഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള അവരുടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ മുതിർന്ന ഘട്ടത്തിലാണ്. അപ്പോ മക്കയിലെ ആളുകൾ ഒരു മക്റ്, ഒരു ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. അതിനെ നേരിടാൻ അള്ളാഹു ഒരു മറുതന്ത്രവും ആവിഷ്കരിച്ചു എന്നത് നമുക്ക് ആ ചരിത്രഭാഗം വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അപ്പോ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ അനുഭവങ്ങൾ ഇവിടെ വിവരിക്കപ്പെടുന്നത് മക്കയിലെ ആളുകൾക്കുള്ള
ഒരു താക്കീത് എന്നുള്ള നിലക്കാണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ സുഹൃത്ത് ഡോക്ടർ പി ജുബൈറാണ് അത് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിധികൾ പറഞ്ഞത് ഞാനല്ല, ദൈവമായ മുരുകനാണ്. മദ്രാസ് ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതായിട്ട് പത്രം പറയുന്നു. വിധികൾ അദ്ദേഹം 1,00,000-ലേറെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്രയും വിധിന്യായങ്ങൾ ഒന്നുപോലും ഞാനായിരുന്നില്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാം മുരുകൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ന്യായാധിപ പദവി തനിക്ക് നൽകിയത് പോലും മുരുകനാണ്. സത്യവും സത്യസന്ധതയുമുള്ളിടത്ത് മുരുകൻ വരും. കണ്ണടച്ച് വിളിച്ചാൽ ഹൃദയ നല്ലതാണെങ്കിൽ മുരുകൻ വന്നിരിക്കും എന്നൊക്കെയാണ് ന്യായാധിപൻ, മദ്രാസ് ഹൈക്കോടതിയുടെ ന്യായാധിപൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പത്രവാർത്ത. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഒരു ദൈവിക ബോധത്തിൽ നിന്ന് ഉടലെടുത്തതല്ലേ ഈ പ്രസ്താവന? ഇതില് ദൈവത്തിന്റെ പേരിൽ മാറ്റമുണ്ടെന്നല്ലേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വളരെ രസകരമായൊരു വിഷയവും അതുപോലെ തന്നെ വളരെ രസകരമായൊരു ചോദ്യവുമാണ്. ഇതിന്റെ പല ആംഗിളിൽ നിന്ന് വിലയിരുത്തപ്പെട്ടാലേ നമുക്ക് ഈ വിഷയം ശരിയായ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന്, മുരുകൻ എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യൻ, അതുപോലെ കാർത്തികേയൻ, മുരുകൻ, കുമാരൻ, അതുപോലെ സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, ആണ്ടവൻ, ശരവണൻ എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന അവരുടെ ഒരു ആരാധ്യനായ ആളാണ് മുരുകൻ എന്നത്. അപ്പോ സുബ്രഹ്മണ്യൻ എന്നതാണ് ഒരുപക്ഷെ നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ കൂടുതൽ പരിചയമുള്ള ഒരു പേര്. തമിഴരുടെ ഇടയിലാണ് മുരുകൻ എന്ന പേര് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഷൺമുഖൻ എന്ന പേര്, അതുപോലെയുള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം തന്നെ പരമശിവന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ സുബ്രഹ്മണ്യനാണ് ഈ മുരുകൻ എന്നത്. അപ്പോ ഇവിടെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് ഈ മുരുകന്റെ ഒരു ആരാധകനായിരിക്കണം. മുരുകനെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം ആ ഭക്തിയിലും അതുപോലെ ആത്മീയമായ ലഹരിയിലും ഒക്കെയായിട്ട് ന്യായാധിപനായിട്ട് പ്രവർത്തിച്ചപ്പോ അയാൾക്ക് മുരുകൻ മാർഗദർശനം ചെയ്തുകൊണ്ടാണ് എല്ലാ വിധികളും നടത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഖുർആന്റെ വീക്ഷണത്തിലാണ് വിലയിരുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പേരിൽ മാത്രമല്ല പ്രശ്നം എന്നതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇത് ഒന്നാമത് ഈ ന്യായാധിപൻ ആരാധിക്കുന്നത് പ്രപഞ്ച സ്രഷ്ടാവായ ഏകനായ ദൈവത്തെ അല്ല. ഒരുപക്ഷെ അതിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന വ്യാഖ്യാന സാധ്യതകളൊക്കെ അതിലുണ്ടെന്ന് കാണാം. പക്ഷെ ഇതൊരു പാൻതീസ്റ്റിക് റിലിജന്റെ അല്ലെങ്കിൽ ബഹുദൈവത്വ മത വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഡിവൈൻ ഫിഗർ ആയിട്ടാണ് നമുക്ക് മുരുകനെ കാണാൻ കഴിയുക. ഏകദൈവത്വം എന്ന ആശയമല്ല, അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ദൈവം എന്നതിന് നമ്മുടെ പ്രാദേശിക ഭാഷയിലുള്ള ഒരു പ്രയോഗം എന്നുള്ള നിലക്കും അതിനെ കാണുന്നതിന് പ്രയാസമുണ്ട്. അങ്ങനെ ഒരു വ്യക്തതയുള്ള ഒരു വിശ്വാസ രീതിയല്ല ഹൈന്ദവതയിലുള്ളത്. നമുക്കങ്ങനെ വേർതിരിച്ച് അത് കാണാൻ പറ്റില്ല. ഇനി ആത്മീയമായിട്ട് ദൈവികമായ നമ്മൾ നേരത്തെ ബാബരി മസ്ജിദിന്റെ കാര്യത്തില് അതിന്റെ തകർക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോ അത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം കാണിച്ച മാർഗദർശനം അനുസരിച്ചാണ് ചെയ്തത് എന്ന് സുപ്രീം കോടതി ജഡ്ജ് ഇന്ദ്രചൂഡാണെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞതായിട്ട് പത്രത്തിൽ വന്ന ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അത്യന്തം അക്രമപരമായ അന്യായമായ വിധി
നടത്തിയിട്ട് അത് ദൈവത്തിന്റെ പേരിലേക്ക് അങ്ങ് ചാർത്തി കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജി എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. സുപ്രീം കോടതി വിധിന്യായത്തിലെ എല്ലാ കാര്യങ്ങളും അവസാനത്തെ വിധി ഒഴികെ ബാക്കിയൊക്കെയും തന്നെ കാര്യം എടുത്തു പറയുന്നുണ്ട്, സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവസാനം അന്യായ പക്ഷത്തിനാണ് അനുകൂലമായിട്ട് വിധി നടത്തിയിട്ടുള്ളത്. അതും ദൈവത്തിന്റെ പേരിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഈ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 1,00,000-ലേറെ നടത്തിയിട്ടുള്ള വിധി ന്യായങ്ങളില് അദ്ദേഹം ഏത് പക്ഷത്താണ് നിലകൊള്ളുകയുണ്ടായത്, നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്താണോ എന്നത് അത് ഓരോന്നും പരിശോധിച്ചാലേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ദൈവവിശ്വാസമുള്ള ആളുകൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിലും അവര് അങ്ങനെയുള്ള ധാരണകള് അല്ലെങ്കിൽ വിശ്വാസം പുലർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് കാര്യങ്ങളിൽ സ്വീകരിക്കും എന്നത് നമുക്കൊക്കെ ചുറ്റുപാടും ഉള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജാഹിലിയ അറബികൾ അവരുടെ ഇഷ്ടദേവന്മാരുടെ പ്രീതി പരിശോധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് യാത്ര പുറപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ നാട്ടിലും ഈ ബഹുത്വ വിശ്വാസമുള്ള ആളുകൾ തന്നെ അവരുടെ ഇഷ്ടദേവനോടോ ഇഷ്ടദേവതയോടോ കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും അവര് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് പരക്കെ എല്ലാവരും പിന്തുടരുന്ന ഒരു രീതിയാണല്ലോ. ഇത് ഖുർആന്റെ വീക്ഷണത്തില് പരിശോധിക്കുമ്പോൾ അവർക്കൊരു വൈൽഡ് ആയിട്ടുള്ള ദൈവവിശ്വാസമാണുള്ളത്. ആ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സംഗതി ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരാളും ചെയ്യാൻ പാടില്ല. അത് ഒരു വളരെ അസാധാരണത്വമുള്ള എന്തെങ്കിലും സ്ട്രെയിഞ്ചായ രീതിയിൽ ദൈവികമായി എനിക്കൊരു വെളിപ്പെടലുണ്ടായി എന്ന നിലക്കല്ല ചെയ്യേണ്ടത്. വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് തത്വാധിഷ്ഠിതമായിട്ടാണ്, ലിഖിതമായ രേഖപ്പെട്ടിട്ടുള്ള അംഗീകരിക്കപ്പെട്ട നിയമ വ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ടാണ്. എല്ലാ കാര്യത്തിനും ടെക്സ്ച്വൽ ആയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഇസ്ലാമിനുണ്ട്. നമ്മുടെ നാട്ടില് നമ്മുടെ നിയമവ്യവസ്ഥയും ഉണ്ട്, ഭരണഘടനയും അതുപോലെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പിൻബലത്തില് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് സത്യത്തിനും നീതിക്കും നിരക്കുന്ന വിധത്തിലാണ് വിധി പുറപ്പെടുവിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോ ദൈവികമായിട്ട് എനിക്ക് ഞാൻ ഗൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള നിയമവ്യവസ്ഥക്ക് അകത്ത് നിന്നുകൊണ്ടല്ലാതെ വിധി പുറപ്പെടുവിക്കാൻ ഇസ്ലാമിൽ യാതൊരു പ്രൊവിഷനും ഇല്ല. അത് ഏത് വിഷയമാണെങ്കിലും ഞാൻ ധ്യാനിച്ചിരുന്നു, എന്നിട്ട് ദൈവം എനിക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നു, ഞാനത് വിധിച്ചു എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ കൊണ്ടുവരാൻ പാടില്ല. മറിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മൾ സ്വീകരിക്കപ്പെടേണ്ട പിന്തുടരുന്ന നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് ചിലപ്പോ വിധി നടത്തുന്നതിന് ചില ഇൻസൈറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടാവും. കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി, കൃത്യത ഉണ്ടാകുന്നതിന് വേണ്ടി, നീതിപൂർവകമായിട്ട് അത് വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബുദ്ധിപൂർവകമായി വിധി നടത്തുന്നതിന് നിയമവും വ്യവസ്ഥയും അതിന്റെ ചട്ടങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു ന്യായാധിപന് ചില ഇൻസൈറ്റ്സ് ആവശ്യമുണ്ടാകും. ഇതിനു വേണ്ടി നമ്മൾ ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നവര് തീർച്ചയായിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ആ കാര്യം നിർവഹിക്കേണ്ടത് എന്നതിൽ സംശയമൊന്നുമില്ല. ഈ വിധിന്യായത്തില് മാർഗദർശനം കിട്ടുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അന്യായമായ അല്ലെ അനർഹമായ ഏതെങ്കിലും ദിവ്യത്വം നമ്മൾ ആരോപിച്ചുണ്ടാക്കിയിട്ടുള്ള ഫാൾസ് ഡെയിറ്റീസിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയോ അവര് മാർഗദർശനം ചെയ്യും എന്ന പ്രതീക്ഷയിൽ അവരോട് തേടുകയോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ വീക്ഷണത്തില് ഏറ്റവും വലിയ പാതകമാണ്, ശിർക്കാണത്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രാർത്ഥന നിർവഹിക്കേണ്ടതും മാർഗദർശനം തേടേണ്ടതും ഒക്കെ പ്രപഞ്ചനാഥനായ ഏകനായ സൃഷ്ടാവിനോടാണ്. മുരുകൻ അങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാൻ ഈ വിവരണങ്ങളിൽ നിന്നൊന്നും സാധിച്ചിട്ടില്ല. ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ അവര് പരാമർശിക്കുന്ന പേരാണ് മുരുകൻ എന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനോട് ഏതെങ്കിലും നിലക്ക് യോജിപ്പ് കാണിക്കാൻ എനിക്ക് യാതൊരു നിലക്കും പ്രേരണ ഉണ്ടാവുന്നില്ല. അപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്.
പിന്നെ ഇയാൾ നടത്തിയിട്ടുള്ള ഈ ചീഫ് ജസ്റ്റിസ്, മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള വിധിന്യായങ്ങളൊക്കെ ശരിയായ വിധത്തിലുള്ളതായിരുന്നോ, അത് നീതി നടപ്പിലാക്കുന്ന വിധത്തിലുള്ള ആയിരുന്നോ എന്നത് വേറെ പരിശോധിക്കേണ്ട വിഷയവുമാണ്. പല വിധികളും, കോടതി വിധികളും നടത്തുന്ന ന്യായാധിപന്മാര് അവരുടെ നിലപാടിന് ഒരു പിന്തുണ എന്നുള്ള നിലക്ക് ഈ ദൈവത്തെയും അതുപോലെ അവരുടെ ആരാധനാമൂർത്തികളെയും കൂട്ടുപിടിക്കുന്ന ഒരു രീതി സ്വീകരിക്കുകയും എന്നിട്ട് തീർത്തും അക്രമപരമായ വിധി പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ ധാരാളം കാണാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ ധാരാളം മതി കാര്യങ്ങളെ വിലയിരുത്താൻ നമുക്ക് സഹായകമായിട്ട്. അപ്പോ ഞാനിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ചീഫ് ജസ്റ്റിസിന് ദൈവികമായൊരു മാർഗദർശനവും സഹായവും ഒക്കെ വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നത് മനുഷ്യനില് നിക്ഷിപ്തമായിട്ടുള്ള ദൈവവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തെ ഉൾക്കൊള്ളേണ്ടതിന്റെ ഒരു തേട്ടം ഓരോരുത്തരിലും ഉണ്ട് എന്ന ഒരു സംഗതി ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം അതിന് പ്രാധാന്യവും അതുപോലെ തന്നെ ന്യായവും ഒക്കെ ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വാസുദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.